ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് കുറേ പോസിറ്റീവും കുറേ നെഗറ്റീവും കുറേ ഈവൻഫുൾ ആയിട്ടുള്ള ദിവസങ്ങളാണ്. അത് നമുക്ക് പോസിറ്റീവ് നിന്ന് തുടങ്ങാം. യു എസിൽ നാസ്ഡാക്കിൽ ഇൻറ്റൽ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി, ചിപ്പ് നിർമ്മാണ കമ്പനി, അവർ 20% ഇപ്പോൾ റാലി രേഖപ്പെടുത്തിയ ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നാസ്ഡാക്ക് ഫ്യൂച്ചർ പോസിറ്റീവാണെന്നുള്ള ന്യൂസ്, അത് പോസിറ്റീവാണ്. രണ്ടാമത്, ഇസ്രായേൽ ലെബനാൻ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇനി നെഗറ്റീവായിട്ടുള്ള ന്യൂസ് എന്താ? JP മോർഗൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, റേറ്റിംഗ് ഏജൻസി, ഒഫീഷ്യൽ ഏജൻസി എല്ലാം എങ്കിൽ കൂടിയും അവർ പല മാർക്കറ്റുകളെ കുറച്ച് ടാർഗറ്റുകളിൽ തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ നിഫ്റ്റിയുടെ ടാർഗറ്റ് ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇനി ഇന്ന് വലിയൊരു ദിവസമാണെന്ന് പറയാൻ കാരണം റിലയൻസിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. കൂടാതെ തന്നെ ബ്രന്റ് ഓയിൽ 100-ന് മുകളിലാണ്. അത് ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാക്കും. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു IT സ്റ്റോക്കുകൾ ഇടിവ് രേഖപ്പെടുത്തി. ഡോക്ടർ റെഡ്ഡി പോലെയുള്ള ജിയോ ഫിനാൻസ് പോലെയുള്ള കമ്പനീസാണ് ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 24,200 താഴെ പോയിരുന്നു. 24,578 നിന്ന നിഫ്റ്റി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ വേറൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. റിലയൻസ് മാറ്റി നിർത്തിയാൽ കൂടിയും ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. അദാനി ഗ്രീൻ, അതുൽ, ചെന്നൈ പെട്രോളിയം, DCB ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ലോധ ഡെവലപ്പേഴ്സ്, ശ്രീരാം ഫിനാൻസ്, സുപ്രീം പെട്രോ കെമിക്കൽ, L&T ഫിനാൻസ്, M&M ഫിനാൻഷ്യൽ സർവീസ്, സെൻസാർ ടെക് തുടങ്ങിയ വലിയ കമ്പനീസിൻ്റെ റിസൾട്ട്, റിലയൻസിൻ്റെ തന്നെ റിസൾട്ടാണ് ഇന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം കോഷ്യസ് ആവുക. പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി നേരെ ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4,700 സിൽവർ 75, ബിറ്റ്കോയിൻ 78,000, ബ്രന്റ് ഓയിൽ 106, നാച്ചുറൽ ഗ്യാസ് 2.5 ആണ്. നിഫ്റ്റി കാണാം 24,239, ഏകദേശം 100 പോയിൻ്റ് അപ്സൈഡാണ്. ഡോ ഫ്യൂച്ചർ, നാസ്ഡാക്ക് ഫ്യൂച്ചർ എല്ലാം കാണാം 180 പോയിൻ്റാണ്. ഡോ ഫ്യൂച്ചറിൻ്റെയൊക്കെ വാല്യൂ മാറിയേക്കാം നിങ്ങൾ ന്യൂസ് കേൾക്കുമ്പോൾ. ഏറ്റവും താഴേക്ക് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ US മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇതാണ് ADR സ്റ്റോക്ക്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് ഇടിഞ്ഞിരുന്നു 4%, വിപ്രോ ഇടിഞ്ഞു, പിന്നീട് തിരിച്ച് കയറി. ഇത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ ചാർട്ടാണ്. ബിറ്റ്കോയിൻ ഒരു സിംഗിൾ അസറ്റ് ക്ലാസ് ആണല്ലോ, വേറെ ഘടകങ്ങളൊന്നും തന്നെ സ്വാധീനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെവലുകളെല്ലാം തന്നെ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമുക്ക് ഇന്ത്യൻ രൂപ USDT ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് വിദേശ ബ്രോക്കർ ത്രൂ ഒക്കെ ട്രേഡ് ചെയ്യണമായിരുന്നു. ഇന്ന് ഇന്ത്യൻ ബ്രോക്കർ ഉണ്ട്, INR ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന് പറഞ്ഞാണ് ആ ഒരു ബ്രോക്കർ. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാൻ ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഫോസിസ് നെറ്റ് പ്രോഫിറ്റ് 21% ഉയർന്ന് 8,500 കോടി രൂപയായി. റവന്യൂ 13% ഉയർന്നു. 25 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ. എന്നാൽ ഇവരുടെ ഈ ഫോർകാസ്റ്റിനനുസരിച്ച് റിസൾട്ട് വന്നില്ല. കറൻസി റവന്യൂ കുറഞ്ഞു എന്നുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കാര്യം ഉണ്ട്. L&T മൈൻട്രി നെറ്റ് പ്രോഫിറ്റ് 23% ഉയർന്നു. റവന്യൂ 15% ഉയർന്നു. കമ്പനി 53 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ടാറ്റ ക്യാപിറ്റൽ നെറ്റ് പ്രോഫിറ്റ് 43% ഉയർന്നു. AUM 28% ഉയർന്നു. അദാനി എനർജി സൊല്യൂഷൻ നെറ്റ് പ്രോഫിറ്റ് 6% ഉയർന്നു. റവന്യൂ 16% ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഇബിഡിറ്റ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് 4.7%. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു, ഇബിഡിറ്റ ഡിക്ലൈൻ ചെയ്തു. എന്താ അതിൻ്റെ മീനിങ്? വിശദമായിട്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ അതിൻ്റെ വീഡിയോ ഉണ്ടാവും. ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇൻസ്റ്റാ പേജ്. CNT കമ്പനി നെറ്റ് പ്രോഫിറ്റ് 32% ക്വാർട്ടർ ഡിക്ലൈനായി. റവന്യൂ 4% അപ്സൈഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ്, മിക്സഡ് ന്യൂസാണ്. CIE ഓട്ടോമോട്ടീവ് കമ്പനി സ്ട്രോങ് റിപ്പോർട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 20% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. റവന്യൂ ഉയർന്നു. ഇബിഡിറ്റ ഉയർന്നു. മാർജിൻ ഉയർന്നു. മഹീന്ദ്ര ലോജിസ്റ്റിക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20 കോടി രൂപയായി. 6 കോടി രൂപ ലോസിൽ നിന്ന് പ്രോഫിറ്റ് ഉയർന്നു. സിപ്ല പുതിയ മെഡിസിൻ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു.
IEX നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്നു. റവന്യൂ 22% ഉയർന്നു. ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി ഇവർ നെറ്റ് പ്രോഫിറ്റ് 32 കോടി രൂപ, കഴിഞ്ഞ തവണ 51 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനിയാണ്. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 29% ഉയർന്നു. റവന്യൂ 13% ഉയർന്നു എന്നുള്ളതാണ് ന്യൂസ്. വൈകിട്ട് കാണാം. ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ട്രേഡിംഗ് ഗ്രൂപ്പുകളിലേക്കും ചാനൽ ഷെയർ ചെയ്യുക. ഗുഡ് ഡേ.